പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നുള്ള കോർ പേപ്പറിൻ്റെ അവസാനത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർജിനലൈസ്ഡ് സെക്ഷൻസ് അഥവാ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഭാഗത്ത് അടുത്തതായിട്ട് വനിതകളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റി ഒരു പാട്രിയാർക്കൽ സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത് വെച്ചാൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഒട്ടുമിക്ക ഫാമിലി സംവിധാനത്തിലൊക്കെ നമ്മളിപ്പോഴും സോഷ്യോളജിക്കലി ഇന്ത്യയുടെ ഫാമിലി സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടേമാണ് പാട്രിയാർക്കൽ സിസ്റ്റം ഓഫ് സൊസൈറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ ഫാമിലി സിസ്റ്റം റൂട്ടഡ് ഇൻ ദി പാട്രിയാർക്കി എന്നുള്ളതാണ്. അപ്പം പാട്രിയാർക്കി പുരുഷ മേധാവിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഇന്ത്യൻ സമൂഹം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ സാമൂഹികമായിട്ട് പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥ നേരിടുന്ന, ഒരുപാട് അവകാശ നിഷേധങ്ങൾ നേരിടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികപരമായിട്ടും ചരിത്രപരമായിട്ടും നിയമരംഗങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അവിടെ സ്ത്രീയും പുരുഷനും തമ്മിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സമൂഹം പുരുഷ മേധാവിത്വം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിന്ന് പോകുന്നതിനാൽ ഒരുപാട് രംഗങ്ങളിൽ നിന്നും സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവേചനം നേരിടുന്നുണ്ട്. നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും. ഒരു ഫാമിലി സംവിധാനത്തിൽ പലപ്പോഴും ഇന്ത്യയിൽ നമ്മുടെ കേരള സമൂഹത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അത്രയും വലിയൊരു ഡിഫറൻസ് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മുൻപ് കാലഘട്ടത്തെ നോക്കുമ്പോൾ വലിയ രീതിയിൽ ചൂഷണങ്ങൾ അനുഭവിക്കപ്പെട്ട വിഭാഗമായിരുന്നു സ്ത്രീകൾ. ഇന്ത്യയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ, നമ്മൾ കേരളം കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒരുപാട് ചൂഷണങ്ങൾ ഉൾപ്പെടെ അനുഭവിക്കുകയും സമൂഹത്തിൽ പിന്നോക്കാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 48% സ്ത്രീകളാണെങ്കിലും രാജ്യത്തെ എല്ലാ രംഗത്തിലും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഒരുപാട് താഴെ നിൽക്കുന്നു എന്നുള്ളതിന് കാരണം തന്നെ പറയുന്നത് സമൂഹത്തിലുള്ള വിവേചനമാണ്. സമൂഹത്തിലെ എല്ലാ മേഖലയിലും വിവേചനം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. അപ്പോൾ ഇന്ത്യയിലെ പുരാതന കാല ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത കാലയളവുകളിൽ സ്ത്രീകൾ വ്യത്യസ്തമായ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു. നമുക്ക് ഉദാഹരണത്തിന് ഒരു സതി എന്നുള്ള ആചാരം നോക്കുക. സതി എന്നുള്ള ആചാരം, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. അതേപോലെ ഡൗറി സിസ്റ്റം, പിന്നെ ചൈൽഡ് മാരേജ് എന്നുള്ള സിസ്റ്റം, അതോടൊപ്പം ചൈൽഡ് മാരേജ് കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസം നിഷേധിക്കുക, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ സമൂഹത്തിൽ ഇപ്പം ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭരണഘടനാപരമായ ഒരുപാട് അവകാശങ്ങളൊക്കെ വന്നതിന് ശേഷം. എന്നാലും ഇന്നും ഒരുപാട് പേർ സമൂഹത്തിൽ പിന്നോക്കാവസ്ഥയും അതേപോലെ ചൂഷണങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വുമൻസ് എന്നുള്ളത് ചരിത്രത്തിലുടനീളം ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ള, പാട്രിയാർക്കിയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന വിഭാഗമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. സ്ത്രീകൾക്കെതിരെയുള്ള മേജർ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ എന്നുള്ളതാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ, സ്ത്രീകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഗാർഹിക പീഡനം നേരിടുന്നുണ്ട്, ലൈംഗിക പീഡനങ്ങൾ, ബലാത്സംഗം, ആസിഡ് ആക്രമണം, അല്ലേ, ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാടെണ്ണുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പലപ്പോഴും സമൂഹത്തിൽ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ പോലീസും സംവിധാനത്തെക്കുറിച്ചും ഒന്നും അറിയാതെ എല്ലാം സഹിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ഒരുപാട് പേര് ഹരാസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് അക്രമങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ആൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും പെൺകുട്ടികൾക്ക് അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥയൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ ഇന്ന് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ആ രീതി തന്നെയാണുള്ളത്. അതായത് ആൺകുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സാമൂഹിക മുൻഗണന പലപ്പോഴും പുരുഷന്മാർക്ക് അനുകൂലമാണ്. പലപ്പോഴും സ്ത്രീകൾ വിവാഹം കഴിഞ്ഞാൽ പിന്നീട് വിദ്യാഭ്യാസത്തിലേക്ക് വരാത്തൊരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസത്തിലും ലിംഗവിവേചനം നിലനിൽക്കുന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഇങ്ങനെ ജോലിയുള്ള സ്ത്രീകൾ, പലപ്പോഴും സ്ത്രീകൾ അസംഘടിത മേഖലയിലും മറ്റൊക്കെ ജോലിക്ക് പോകാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. അത്തരം ജോലികൾക്ക് പോകുന്ന അവസരത്തിൽ വർക്ക് പ്ലേസുകളിൽ, അതായത് ജോലി സ്ഥലങ്ങളിൽ അസമത്വം നേരിടുന്നുണ്ട്.
പലപ്പോഴും അസമത്വം, പരിമിതമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക, വർക്ക് പ്ലേസിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് പോലെ അല്ലെങ്കിൽ വെർബൽ ഹരാസ്മെൻറ്റ് നേരിടുക, അങ്ങനെ പല രീതിയിലുള്ള ഹരാസ്മെൻറ്റ് ഇപ്പോൾ സമൂഹത്തിൽ നേരിടുന്നുണ്ട്. മറ്റൊന്നാണ് ചൈൽഡ് മാരേജ്, അല്ലേ? സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു ചൈൽഡ് മാരേജ് എന്നുള്ളത്. ഡൗറി സമ്പ്രദായം, അതായത് ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം. അതായത് ശൈശവ വിവാഹത്തിൻ്റെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഡെഫിനേഷൻ പ്രകാരം 18 വയസ്സിന് താഴെയുള്ള വിവാഹം എന്നാണ്. പക്ഷേ അതോടൊപ്പം ശൈശവ വിവാഹം വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കിട്ടാത്ത അവസ്ഥ വരും. അതോടൊപ്പം വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മറ്റൊരു പ്രശ്നമാണ് ഡൗറി എന്നുള്ളത്. ഡൗറി എന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീക്ക് പാരിതോഷികമായിട്ട്, സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് പുരുഷന് പാരിതോഷികമായിട്ട് കൊടുക്കുന്നതിനെയാണ് ഡൗറി എന്ന് പറയുക. അപ്പോൾ ഡൗറി എന്നുള്ള സിസ്റ്റവും സമൂഹത്തിലെ അസമത്വങ്ങളുടെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ്. അതോടൊപ്പം മറ്റ് പ്രശ്നങ്ങളാണ് ആരോഗ്യ സംരക്ഷണവുമായിട്ടുള്ള ഇഷ്യൂസ്. ആരോഗ്യ സംരക്ഷണം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പലപ്പോഴും കൃത്യമായ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത അവസ്ഥ അവർ നേരിടുന്നുണ്ട്. പിന്നെ അപര്യാപ്തമായിട്ടുള്ള മാതൃ ശുശ്രൂഷകൾ, അതായത് പ്രസവാനന്തര ശുശ്രൂഷകളിലൊക്കെ കൃത്യമായിട്ട് അവർ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. പിന്നെ കൃത്യമായ ഭക്ഷണത്തിൻ്റെ ഹെൽത്ത് കെയർ സപ്പോർട്ടില്ലാത്ത അവസ്ഥ, പോഷകാഹാരം കിട്ടാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. മറ്റൊന്നാണ് ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ സ്ത്രീകൾ ഒരുപാട് പേര് രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും നേതൃസ്ഥാനത്തേക്ക് അവർ കാണാറില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉണ്ട്, ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷ ഉണ്ട് എന്നൊക്കെ പറയുന്ന കേരളത്തിൽ തന്നെ ആകെ MLA-മാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 ആളുകൾ മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് കുറവ് ആളുകളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ MP-മാരായിട്ട് ഒരു സ്ത്രീ പോലും നമ്മുടെ കേരളീയ സമൂഹത്തിൽ നിന്നില്ല. 20 ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു സ്ത്രീ പോലും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ പ്രാതിനിധ്യം നോക്കുന്നത്. അപ്പോൾ അങ്ങനെ സാമൂഹിക കാര്യത്തിൽ നമ്മൾ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൽ സ്ത്രീകളിൽ അഭാവം, അല്ലെങ്കിൽ സ്ത്രീകൾ പൊളിറ്റിക്കൽ മേഖലയിലേക്ക് കടന്നു വരാത്തതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പിന്നെ അതോടൊപ്പം സാമൂഹിക മാനദണ്ഡങ്ങളും വിവേചനങ്ങളും സമൂഹത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള മനോഭാവമുള്ള ആൾക്കാർ പലപ്പോഴും സ്ത്രീകളുടെ അവസരത്തിനും സ്ത്രീകളുടെ സമത്വത്തിനൊക്കെ കൃത്യമായിട്ടുള്ള പരിമിതികൾ അവർ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബോർഡർ വെക്കുന്നുണ്ട്. അതോടൊപ്പം സൈബർ സുരക്ഷ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെയൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ്, അതായത് സൈബർ സുരക്ഷ എന്നുള്ളത്. പക്ഷേ പലപ്പോഴും സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ ഹരാസ്മെൻറ്റിന് വിധേയരാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന അവസരത്തിൽ നമ്മൾ ഭരണഘടനാപരമായി സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ഭരണഘടനാപരമായി ഇങ്ങനെ ഒരുപാട് അവകാശങ്ങൾ എന്നുള്ളത് ഇന്ത്യയിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമനിർമ്മാണത്തിലൂടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് എന്തെല്ലാം അവകാശങ്ങളാണ് നൽകുന്നത്, അവ ഏത് രീതിയിലാണ് സമൂഹത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഇന്ത്യൻ സമൂഹത്തിൽ ലിംഗസമത്വം ഉറപ്പുവരുത്താനും സ്ത്രീകൾക്ക് പ്രത്യേക അവകാശങ്ങൾ, പിന്നോക്കാവസ്ഥ പരിഹരിക്കാനൊക്കെ എന്തെല്ലാം അവകാശങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ആർട്ടിക്കിൾ 14 തന്നെയാണ്. ആർട്ടിക്കിൾ 14 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ഒന്നാമത്തേതാണ് ആർട്ടിക്കിൾ 14. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ആർട്ടിക്കിൾ 14 നിയമത്തിനു മുന്നിലെ തുല്യ സമത്വം എന്നുള്ളതാണ്. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ സ്ത്രീകളും പുരുഷനായാലും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് പറയുന്നുണ്ട്. അപ്പം തുല്യ സമത്വം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ഫിയർ, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലെല്ലാം സ്ത്രീക്കും പുരുഷനും തുല്യ സമത്വം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15 പറയുന്നത് റൈറ്റ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ പ്രോഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നുള്ളതാണ്. ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾ യാതൊരു തരത്തിലും വിവേചനം നേരിടാൻ പാടില്ലെന്നും എല്ലാ തരത്തിലുള്ള ജാതി അടിസ്ഥാനത്തിലും മതാടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾക്ക് പുറമെ ജെൻഡർ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൽ നിന്നും സംരക്ഷണം നൽകണം എന്നുള്ളതാണ് ഇവിടെ ആർട്ടിക്കിൾ 15 പറയുന്നത്. ആർട്ടിക്കിൾ 14 ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദി പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിലും മറ്റും സ്ത്രീക്കും പുരുഷനായാലും തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്, ജീവിത
ജീവിതം സംരക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട് അല്ലേ. ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 21 മുറുകെ പിടിക്കുന്നത്. ഇതൊക്കെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾസാണ്. മറ്റൊന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ആർട്ടിക്കിൾ 39 പറയുന്നത്. അതായത് ഉപജീവനത്തിനുള്ള മതിയായ മാർഗ്ഗങ്ങൾ കിട്ടുക എന്നുള്ളതാണ്, ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അതിൽ പറയുന്ന സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഉപജീവനത്തിനുള്ള മതിയായ മാർഗ്ഗങ്ങൾ ഉറപ്പാക്കണമെന്നും ആർട്ടിക്കിൾ 39 പറയുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം, അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളത്. അതായത് ഒരേ ജോലി സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും അത് കൃത്യമായിട്ട് അവർക്കിടയിൽ ലിംഗവിവേചനം കാണിക്കാതെ തുല്യ ജോലിയാണെന്നുണ്ടെങ്കിൽ തുല്യമായിട്ടുള്ള വേതനം ഉറപ്പാക്കണം എന്നുള്ളതുമാണ്. പിന്നെ പറയുന്നത് ആർട്ടിക്കിൾ 42 നീതിയുക്തമായ മനുഷ്യത്വപരമായ തൊഴിലിടങ്ങളിൽ കൃത്യമായിട്ട് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സ്ത്രീക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് അവരുടെ നല്ല രീതിയിൽ ജോലി സ്ഥലത്തുള്ള ഒരു വർക്ക് പ്ലേസ് അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. അത്തരം അവകാശങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഫോർ ദി വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ് പോലെയുള്ള പ്രധാനപ്പെട്ട അവകാശങ്ങളൊക്കെ, അതായത് മാതൃത്വ കാലഘട്ടത്തിൽ അവർക്ക് സഹായമായിട്ടും മറ്റൊക്കെ ഒരുപാട് പ്രസവാനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകുന്നതിനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഭരണഘടനാപരമായി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ആർട്ടിക്കിൾ 51A പറയുന്നത്, അതിൽ 51A എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ അതായത് 51A തന്നെ ABCDE അങ്ങനെ ഒരുപാട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ പറയുന്നത് ടു റിനൗൺസ് പ്രാക്ടീസസ് ഡെറോഗേറ്ററി ടു ദി ഡിഗ്നിറ്റി ഓഫ് വിമൻസ്, അതായത് സ്ത്രീകളുടെ അന്തസ്സിന് ഹാനികരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ അന്തസ്സിന് ഹാനികരമായിട്ടുള്ള ആചാരങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല ആചാരങ്ങളും സ്ത്രീകളെ വിവേചനപരമായി കാണുന്നതാണ്. അപ്പോൾ അത്തരം ആചാരങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് 73, 74 ഭരണഘടനാ ഭേദഗതി, നമ്മൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയപ്പോൾ അതിൽ ഏകദേശം സ്ത്രീകൾക്ക് 33% ഇന്ത്യയിൽ സംവരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതാണ് 73, 74 ആർട്ടിക്കിൾ 243D ബന്ധപ്പെട്ടതാണ് ഈ ആശയങ്ങൾ പറയുന്നത്. അതായത് ഇന്ത്യയുടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ സ്ത്രീകൾക്ക് കൃത്യമായിട്ടുള്ള സംവരണം ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് 1/3 സംവരണം ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം പല രീതിയിലുള്ള മറ്റൊരുപാട് അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മറ്റു പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഇവിടെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തൊഴിലാളി ഇൻഷുറൻസ് നിയമം 1948 അന്ന് 48 പാസ്സായതാണ്. 1951 തോട്ടം തൊഴിലാളി നിയമം, കുടുംബ കോടതി നിയമം 1954, പ്രത്യേക വിവാഹ നിയമം സ്പെഷ്യൽ മാരേജ് ആക്ട് 1954, ഹിന്ദു വിവാഹ നിയമം 1955. അങ്ങനെ ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം പിന്തുടർച്ചാവകാശ നിയമം, പിന്നെ അധാർമികമായ വ്യാപാരം നിയമം, ഇമ്മോറൽ ട്രാഫിക്കിങ്, അതായത് സെക്ഷൽ അസൾട്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളിൽ നിന്നും മറ്റൊക്കെ തടയുന്നതുമായി ബന്ധപ്പെട്ട നിയമം, പ്രസവാനുകൂല്യ നിയമങ്ങൾ, സ്ത്രീധന നിരോധന നിയമം 1961 പാസ്സായതാണ്. പ്രസവാനുകൂല നിയമവും 1961 പാസ്സായിട്ടുള്ളതാണ്. പിന്നെ മെഡിക്കൽ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് നിയമം ഉണ്ട് 1971. പ്രഗ്നൻസിയുടെ ടെർമിനേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. പിന്നെ കരാർ തൊഴിലാളി നിയന്ത്രണ നിയമമുണ്ട്, ദ കോൺട്രാക്ട് ലേബർ റെഗുലേഷൻ ആൻഡ് അബോളിഷൻ ആക്ട് എന്നുള്ള പേരിൽ നിയമമുണ്ട്. പിന്നെ തുല്യവേതന നിയമം, പിന്നെ ബാലവിവാഹ നിരോധന നിയമമുണ്ട്, 2006 പാസ്സായിട്ടുള്ളത്. അങ്ങനെ പല രീതിയിലുള്ള നിയമങ്ങൾ, ഫാക്ടറി നിയമമുണ്ട്, സ്ത്രീകളുടെ അശ്ലീല ചിത്രീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അങ്ങനെ പല സതി നിരോധന നിയമം 1881 സതി നിരോധിച്ചത്. അത് പിന്നീട് 1987 പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗാർഹിക പീഡനത്തിനുള്ള സ്ത്രീ സംരക്ഷണ നിയമം 2005 പാസ്സായിട്ടുള്ള നിയമമാണ്. ഇതൊക്കെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ഇത് എല്ലാം കൂടി പഠിക്കണം എന്നില്ല, ഒരു 2-3 പ്രധാനപ്പെട്ടത് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഇനി വനിതകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നേരത്തെ നമ്മൾ SC ST വിഭാഗത്തിന് കമ്മീഷൻ പറഞ്ഞതുപോലെ വനിതകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്ത് കമ്മീഷനുണ്ട്. അതാണ് ഇവിടെ ദേശീയ വനിതാ കമ്മീഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആരാണ് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്നുള്ളതും ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടോ. ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്നുള്ളത്, ചെയർമാൻ എന്നല്ല, വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണെന്നുള്ളതും
കൃത്യമായിട്ടൊന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമൊക്കെ വരുമ്പോൾ വീണ്ടും മാറാനൊക്കെ സാധ്യതയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്നതാണ്. അപ്പോൾ 1990 വനിതാ കമ്മീഷൻ നിയമപ്രകാരം 1992 ജനുവരിയിലാണ് വനിതാ കമ്മീഷൻ ദേശീയ തലത്തിൽ, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് 1992 അതുമായി ബന്ധപ്പെട്ട നിയമം ഉണ്ടാക്കിയത് 1990. അപ്പോൾ ഇതൊരു നിയമപരമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമപരമായിട്ടുള്ള സ്ഥാപനമാണ്. അതായത് പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരം 1990 ഉണ്ടാക്കിയ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് ഈ ഒരു വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ പർപ്പസ് എന്തൊക്കെയാണ്, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രതിനിധീകരിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് പ്രൈമറി ഗോൾ ഇസ് ടു റെപ്രസെൻറ്റ് ദ റൈറ്റ്സ് ഓഫ് വിമൻ, അല്ലേ. റെപ്രസെൻറ്റ് പറഞ്ഞാൽ സ്ത്രീകളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റൊക്കെ പ്രതിനിധികളായിട്ട് നിലനിൽക്കുക. മറ്റൊന്ന് പറയുന്നത് ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് എ വോയിസ് ഫോർ വിമൻസ് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കും ആശങ്കകൾക്കും ശബ്ദം നൽകാൻ, അതായത് അവരുടെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്, സമൂഹത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അവസരത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മുൻനിരയിലേക്ക് പ്രശ്നങ്ങളായിട്ട് പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇനി സർക്കാരിന് ഉപദേശം നൽകുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. സ്ത്രീകളെ ബാധിക്കുന്ന എല്ലാ നയപരമായിട്ടുള്ള കാര്യങ്ങളിലും അവർ സർക്കാരിന് ഉപദേശം നൽകുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഭരണഘടനയിലും മറ്റു നിയമങ്ങളിലും സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സുരക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. അപ്പോൾ സുരക്ഷാ നടപടികളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഓരോ കൊല്ലം സർക്കാരിന് സമർപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടിയാണ്. നിലവിലുള്ള നിയമങ്ങളിൽ എന്തെല്ലാം പോരായ്മകളുണ്ട്, അവ പരിഹരിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ നൽകുക, അതും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന കേസുകളുണ്ടെങ്കിൽ അത്തരം കേസുകളിലൊക്കെ ഇടപെടുക, ഏറ്റെടുക്കുക. ആ സ്ത്രീകൾക്ക് കൃത്യമായിട്ട് നിയമസഹായം വേണമെന്നുണ്ടെങ്കിൽ നിയമസഹായം ഉറപ്പുവരുത്തുക. ഇതൊക്കെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. അപ്പോൾ പരാതികൾ പരിശോധിക്കുകയും സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന കാര്യങ്ങളിൽ സ്വമേധയാ കേസെടുക്കുക. ഈ സ്വമേധയാ കേസെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്വമേധയാ കേസെടുക്കുക എന്നുള്ളതിന് സുവോ മോട്ടോ എന്നാണ് പറയുക, SUOMOTO. സുവോ മോട്ടോ കേസെടുക്കുക എന്ന് വെച്ചാൽ പരാതി ഇല്ലെങ്കിൽ പോലും സ്ത്രീകൾ അവിടെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാവുന്നതാണ് എന്നതാണ് സുവോ മോട്ടോ കേസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വമേധയാ കേസെടുക്കുക. ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ വനിതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മേഖലകളാണ്. ഒന്നാമത്തെ ഗാർഹിക പീഡനത്തിൻ്റെ കാര്യത്തിൽ വനിതാ കമ്മീഷൻ കൃത്യമായിട്ട് ഇടപെടാറുണ്ട്. ലൈംഗിക പീഡനം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനങ്ങൾ, സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ വരുന്ന അവസരത്തിൽ അവിടെ വനിതാ കമ്മീഷൻ ഇടപെടാറുണ്ട്. ഇനി പരാതി കിട്ടിയാലും ഇല്ലെങ്കിലും വനിതാ കമ്മീഷൻ ഈ കാര്യങ്ങളിലെല്ലാം സ്വമേധയാ ഇടപെടാവുന്നതാണ് എന്നതാണ് പറയുന്നത്. പിന്നെ അവരുമായി ബന്ധപ്പെട്ട് പ്രത്യേക അധികാരങ്ങളും വനിതാ കമ്മീഷനുണ്ട്. വനിതാ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട അധികാരങ്ങളിൽ വരുന്നതാണ് അന്വേഷണങ്ങളിൽ സഹായിക്കുന്നതിന് സാക്ഷികളെയും മറ്റും വിളിച്ചു വരുത്താനും, രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതുമായി ആവശ്യപ്പെടാനുള്ള അധികാരം, അതായത് പോലീസിനോടോ മറ്റോ രേഖകൾ വേണമെന്ന് ആവശ്യപ്പെടാനുള്ള അധികാരവും വനിതാ കമ്മീഷനുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട അവകാശങ്ങൾക്കൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമായിട്ടാണ് വനിതാ കമ്മീഷൻ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. വനിതാ കമ്മീഷൻ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എല്ലാ എക്സാമുകൾക്കും ക്വസ്റ്റ്യൻ വരുന്നതാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്നുള്ളത്. ഓക്കെ, അത് കൃത്യമായിട്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും ഒരു ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. ആ രീതിയിൽ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.